ഒരു KSRTC ബസ്സിലാണ് ഇന്നത്തെ യാത്രയുടെ തുടക്കം. നേരെ പോയത് ആലപ്പുഴ ബോട്ട് ജെട്ടിയിലേക്ക്. ഹൗസ് ബോട്ടിലും ശിഖാര വള്ളങ്ങളിലും ഒക്കെ ആയിട്ട് പലതവണ വേമ്പനാട്ട് കായലിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ഒറ്റക്കാണ് യാത്ര ചെയ്യുന്നത്, അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ഗവൺമെന്റിന്റെ ബോട്ട് സർവീസാണ് നല്ലത്. ഉച്ചയ്ക്ക് ഒരു 1.5 മണിക്കൂർ മുമ്പ് ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ എത്തിക്കഴിഞ്ഞാൽ സീ കുട്ടനാട് പോലെ ഒരു 1.5 മണിക്കൂർ യാത്ര ചെയ്യാൻ പറ്റുന്ന നല്ല സർവീസുകൾ ഇവിടുന്നുണ്ട്. പക്ഷേ ഞാൻ എത്തിയപ്പോഴേക്കും 3 മണി കഴിഞ്ഞിരുന്നു. മാത്രമല്ല ഇന്ന് ഞായറാഴ്ച കൊണ്ട് ബോട്ടുകളും കുറവാണെന്ന് തോന്നുന്നു. ഈ ബോട്ട് പോകുന്നത് കുട്ടനാട് ഭാഗത്തേക്കാണ്, പക്ഷേ രാത്രി 8 മണിക്ക് ശേഷം മാത്രമേ തിരിച്ചു വരത്തുള്ളൂ. ഇനി അഥവാ ഈ ബോട്ടിന്റെ അങ്ങോട്ടുള്ള യാത്ര ലേറ്റ് ആയി കഴിഞ്ഞാൽ തിരിച്ച് ആലപ്പുഴയ്ക്കുള്ള യാത്ര ഇവർ നാളത്തേക്ക് മാറ്റും. അതുകൊണ്ട് എനിക്ക് ഈ ബോട്ടിൽ പോകാൻ പറ്റില്ല. ഇവിടുത്തെ എൻക്വയറിയിൽ തിരക്കിയപ്പോഴേക്കും A57 എന്ന് പറഞ്ഞ് ഇനി വരുന്ന ബോട്ടിൽ കയറാൻ പറഞ്ഞു. ഏകദേശം 1 മണിക്കൂർ കറങ്ങിയിട്ട് തിരിച്ചിങ്ങോട്ട് വരാമെന്ന് അവർ അറിയിക്കുകയും ചെയ്തു. ഇതിന്റെ ഇടയിൽ അവിടെ നിർത്തിയിട്ടിരുന്ന കുട്ടനാട് ഭാഗത്തേക്ക് പോകുന്ന ആ ബോട്ടിലൊക്കെ ഞാനൊന്ന് കയറി. അശോക് ലൈലാൻഡിന്റെ എഞ്ചിനാണ് ഈ വണ്ടിയിൽ ഉപയോഗിച്ചേക്കുന്നത്. ഏകദേശം 4 മണിയോട് അടുപ്പിച്ച് A58 ബോട്ട് ജെട്ടിയിലെത്തി. ആലപ്പുഴയിൽ നിന്നും കോട്ടയത്തേക്ക് പോയി വന്ന വണ്ടിയാണ്. ഇനി ഈ ബോട്ട് 4:15 ചെറിയൊരു യാത്ര പോകും. ഏകദേശം 5:30 കഴിയുമ്പോഴേക്കും തിരിച്ചെത്തും. അതിനുശേഷം വീണ്ടും കോട്ടയത്തേക്ക് പോകും. മണി 4:15 കഴിഞ്ഞപ്പോഴേക്കും ബോട്ട് എടുത്തു. കോട്ടയം ഭാഗത്തേക്കാണ് പോകുന്നത്. എന്നാൽ മംഗലശ്ശേരി വരെ പോയിട്ട് ആലപ്പുഴ ബോട്ട് ജെട്ടിയിലേക്ക് തിരിച്ചു വരും. ഈ ഭാഗത്തേക്ക് ഇന്ന് പല ബോട്ടുകളും സർവീസ് നടന്നില്ല. അതുകൊണ്ടാണ് ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ നിന്നും ഇങ്ങനൊരു സർവീസ് ഈ സമയത്ത് അറേഞ്ച് ചെയ്തത്. ബോട്ട് നേരെ വേമ്പനാട്ട് കായലെത്തി. ദേ ഈ കാണുന്നതാണ് വള്ളംകളിയുടെ ഫിനിഷിംഗ് പോയിന്റ്. ഇപ്രാവശ്യത്തെ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുമ്പോൾ ഫിനിഷിംഗ് പോയിന്റ് കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇതിലും നന്നായി ടിവിയിൽ കാണാൻ സാധിക്കും. ബോട്ടിലുണ്ടായിരുന്നതിൽ ഭൂരിഭാഗം പേരും എന്നെ പോലെ തന്നെ ഒഴിവ് സമയം ചെലവഴിക്കാൻ വേണ്ടി വന്നവരാണ്. ഈ ഭാഗത്തൊക്കെ ഹൗസ് ബോട്ടുകളും ശിഖാര വള്ളങ്ങളും കുറവാണ്. മുമ്പോട്ട് പോകുന്തോറും ഇവയൊക്കെ കൂട്ടമായി നിൽക്കുന്ന സ്ഥലം നമുക്ക് കാണാൻ പറ്റും. ഞാനിന്ന് യാത്ര ചെയ്യുന്ന ഈ ബോട്ടിന് മൊത്തത്തിലൊരു ദാരിദ്ര്യം പിടിച്ച ലുക്കാണ്. എന്നാൽ സീ കുട്ടനാട് ബോട്ടുകൾ അങ്ങനെയല്ല. അപ്പർ ഡെക്കിൽ ഉൾപ്പെടെ ഇരിക്കാൻ നമുക്ക് സാധിക്കും. ഓർഡിനറി സർവീസുകളേക്കാളും കൂടുതലാണ് സീ കുട്ടനാട് ബോട്ടിന്റെ റേറ്റ്. പക്ഷേ ഇപ്പോഴത്തെ നിരക്കനുസരിച്ച് 150 രൂപയിൽ താഴെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്ര നമുക്ക് സീ കുട്ടനാടിൽ ചെയ്യാൻ സാധിക്കും. അതായത് ഇപ്പോഴത്തെ റേറ്റ് വെച്ചിട്ട് 150 രൂപയിൽ താഴെ മാത്രം ചിലവാക്കിക്കൊണ്ട് ആലപ്പുഴയിൽ നിന്ന് കുട്ടനാട് ഭാഗത്തേക്കും കുട്ടനാട് ഭാഗത്ത് നിന്ന് തിരിച്ചും നമുക്ക് ട്രാവൽ ചെയ്യാൻ സാധിക്കും. നിലവിലത്തെ റേറ്റ് അനുസരിച്ച് സീ കുട്ടനാട് ബോട്ടിൽ അപ്പർ ഡെക്കിന് 60 രൂപയും താഴത്തെ ഡെക്കിന് 23 രൂപയാണ് മാക്സിമം ചാർജ് വരുന്നത്. നമ്മുടെ വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ അകത്ത് എല്ലാ ഡീറ്റെയിൽസും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്തരമൊരു യാത്രയ്ക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ച് ചോദിച്ച ശേഷം മാത്രം വരിക. വേറൊന്നുമല്ല, ഈ ബോട്ടുകളുടെ ഷെഡ്യൂളിൽ എപ്പോൾ വേണമെങ്കിലും മാറ്റം വരാം. അപ്പോൾ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അന്വേഷിച്ച ശേഷം വരുന്നതായിരിക്കും നല്ലത്, പ്രത്യേകിച്ച് ദൂര സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആൾക്കാർ. ഈ യാത്രയിൽ ഉടനീളമുള്ള എല്ലാ കാഴ്ചകളും അതിമനോഹരമാണ്. കൂടുതൽ വർണ്ണനകളൊന്നും നൽകാൻ എനിക്ക് താല്പര്യമില്ല. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഇതെല്ലാം ഒന്ന് വന്ന് കാണുക. വളരെ കുറഞ്ഞ ചെലവിൽ യാത്രകൾ കണ്ട് മടങ്ങാൻ സാധിക്കുന്ന ഒരു ലൊക്കേഷനാണ് ആലപ്പുഴ. പ്രത്യേകിച്ച് തൊട്ടടുത്തുള്ള ജില്ലക്കാർക്ക് ഒരു 1 ഡേ ട്രിപ്പ് എന്ന രീതിയിൽ നിങ്ങൾക്ക് പോയി വരാം. ഇതിനു മുമ്പ് ഞാൻ ട്രാവൽ ചെയ്തത് സീ കുട്ടനാട് ബോട്ടിലാണ്. അതുകൊണ്ടാണ് ആ സർവീസിന്റെ കാര്യം ഞാൻ ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത്. അന്ന് യാത്ര ചെയ്ത സമയത്ത് സ്കൂൾ വിട്ട് ചെറിയ കുട്ടികളൊക്കെ ഈ ബോട്ടിൽ വന്ന് കയറിയിട്ട് എനിക്കൊരു കൗതുക കാഴ്ചയായിരുന്നു. പക്ഷേ കുട്ടനാട്ടിൽ ഇങ്ങനെ ചെറിയ കുട്ടികൾ ബോട്ടിൽ കയറി യാത്ര ചെയ്യുന്നതൊക്കെ സ്ഥിരം കാഴ്ചകളാണ്. അങ്ങനെ സമയം 5:30 കഴിയുന്നു. ഏകദേശം 1 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ബോട്ട് തിരിച്ച് ആലപ്പുഴ ജെട്ടിയിലെത്തി. ഈ യാത്രയിലെ കുറേയധികം കാഴ്ചകൾ ഈ വീഡിയോയിലില്ല. വേറൊന്നുമല്ല, യാത്രക്കിടയിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുക്കുന്ന എനിക്ക് വലിയ താല്പര്യമുള്ള കാര്യമല്ല. അപ്പോൾ ഇത്ര നേരം നിങ്ങൾ വീഡിയോ കണ്ടെങ്കിൽ ബാക്കി വീഡിയോസ് ചെക്ക് ചെയ്ത് നോക്കാൻ മടിക്കരുത്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യമൊന്നും മറക്കണ്ട. ആലപ്പുഴയിൽ ഇങ്ങനെ യാത്ര ചെയ്യാൻ വരുന്നവർ മാക്സിമം സീ കുട്ടനാട് പോലുള്ള സർവീസുകൾ ഉപയോഗപ്പെടുത്തുക. അതുപോലെ ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരാണെങ്കിൽ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ച് ചോദിച്ച ശേഷം മാത്രം വരിക. അപ്പോൾ അങ്ങനെ ആവട്ടെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.